അനഘേ മോളെ മതി ഉറങ്ങിയത്, എഴുന്നേറ്റ് പോയി പഠിക്ക്. അവളെയും കൂടെ വിളിക്ക്, എന്നിട്ട് ആ പാത്തെടുത്ത് വെക്ക്. സ്നേഹ എനിക്ക് എന്നാ അവിടെ കിടന്നോ, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളൂ. കാർത്തികേയൻ എഴുന്നേറ്റില്ലായിരിക്കുമല്ലോ. രാപ്പിൽ ഇന്നലെ നല്ല വേളായിരുന്നു. കല്ലും പിടിയും കഴിഞ്ഞ് വെളുപ്പിനായിരിക്കും പൊരയിലെത്തിയതല്ലയോ. ആ കൊച്ചിങ്ങടെ ഒരു യോഗം. എന്താ അമ്മേ? നിന്റെ അച്ഛന്റെ ഗുണവധികാരം. കിന്നാരം പറഞ്ഞോട് നിക്കാതെ 4 അക്ഷരം പോയി പഠിക്കാൻ നോക്കടി. അനഘേ, എടി കിടന്നപ്പാ ചുരുട്ടി വെക്കാൻ ഞാൻ പറഞ്ഞോ? അസത്തുക്കള്. ചവിട്ടല്ലേ, മാറ്. നാശം, ഉറങ്ങാനും സമ്മതിക്കില്ല. മര്യാദക്കരുന്നില്ലെങ്കിൽ അടിച്ച് തോല് വിളിക്കും ഞാൻ. ഓട്ടി ശാപം. സാരില്ല കേട്ടോ, മോള് കരയണ്ട. മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്താടി ഇത്? ചായോ കഷായോ? പഞ്ചസാര ഇല്ലെങ്കിൽ ചായ കഴിക്കും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാം? എന്താ? നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ കുടിച്ചു തീർത്താൽ മതിയല്ലോ. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അന്വേഷിക്കാറുണ്ടോ? അതിന് നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കെട്ടിയെടുത്തിട്ടുണ്ടോടി രാജകുമാരിയെ പോലെ ജീവിക്കാൻ? കിട്ടിയെങ്കിൽ നന്നായി. എന്ത് കണ്ടോണ്ട് നിക്ക? കുളിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക്. അണ്ണാ, ഓ കടുപ്പത്തിലൊരു ചായ. കഴിക്കാനൊന്നും വേണ്ടേ ദാസാ? അണ്ണൻ ചുമ്മാ തരുവാണെങ്കിൽ കഴിക്കാം, അല്ലാതെ എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഈ പെച്ച മുതലാളിയുടെ വാലായി നടന്നിട്ട് ഒന്നും കിട്ടുന്നില്ലടാ. അത് മിടുക്കന്മാർക്കല്ലേ ഉള്ളൂ, നമ്മക്ക് ഒരു മിടുക്കൂല്ലടോ. ഒരു പാവത്താൻ. എന്നാ കാശുള്ളവന്മാരോട് വാങ്ങിച്ചു തരാൻ പറയടാ. ആ, ഓരോരുത്തരെയൊക്കെ യോഗം. മുതലാളി കുത്തുപാള എടുക്കാണ്ടിരുന്നാ മതി. എന്ത് കണ്ടിട്ടാ ഈ പെച്ച മുതലാളി ഈ വരത്തിനെയൊക്കെ പണിക്ക് വെച്ചിരിക്കുന്നത്? ഒരു ദിവസം മുതലാളിയുടെ കസേര കയറി അവനിരിക്കും, അന്ന് അങ്ങേര് പഠിക്കും. നിങ്ങളൊക്കെ കണ്ടോടാ.
ഒന്ന് അടങ്ങി നിക്കടി അസത്തെ. ആ അമ്മേ, പരീക്ഷ ഫീസ് എല്ലാരും കൊടുത്തു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. കൊടുക്കാം മോളെ. അച്ഛനോട് ചോദിച്ചാ ഇനി പഠിക്കണ്ടെന്ന് പറയും. പിന്നെ എവിടുന്നാ? പൊട്ടിച്ചു. എന്തിനാടി അതെടുത്ത് കളിച്ചത്? നശിപ്പിക്കാനുണ്ടായ സാധനം. വേണ്ടമ്മേ. ഇനി അത് വാരി കൈ മുറിച്ചോ. അമ്മ, അസത്ത്. ഇന്ന് ഫീസ് കൊടുത്തില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇരുത്തില്ല എന്നാ ടീച്ചർ പറഞ്ഞേ. എനിക്ക് പരീക്ഷ എഴുതണമ്മേ. മോള് വിഷമിക്കണ്ട, അമ്മ ഇപ്പൊ വരാം. ഉം. സാരിയില്ല കേട്ടോ, നമുക്ക് വേറൊന്ന് വാങ്ങാം. താൻ എന്താടോ കൊണ്ടുവന്നേക്കണേ? പണ്ടം വല്ലതും ഉണ്ടോ? ഒരിത്തിരി പൊന്നുണ്ട്. എടുക്കെടുക്ക്. ഇതേ ഉള്ള ഒരു 80 രൂപ തരാം. ഒരു 100 റുപ്യ തികച്ച് താ മുതലാളി. അത് തന്നെ കൂടുതലാ. പിന്നെ ഞാനിത് വാങ്ങി വെക്കുന്നത് വിശ്വാസക്കുറവ് കൊണ്ടാണെന്നൊന്നും തോന്നരുത്. ഒരുറപ്പ് അത്രയേ ഉള്ളൂ. ഉവ്വ. ആഹാ, പിന്നെ പറഞ്ഞ സമയത്ത് കാശ് തിരിച്ചു തരണം. മാസാമാസം പലിശ കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചോണം. മുടക്കം വരില്ല മുതലാളി. എന്നാ കൊള്ളാം. കാശ് മേടിച്ചോട്ട് പോകുമ്പോ എല്ലാവരും ഇത് തന്നെയൊക്കെയാ പറയണേ. അതെ, പലിശക്ക് ഒരു മുടക്കം വരരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? ശരി മുതലാളി. എന്നാ ചെല്ല. ആഹാ, നീ എത്തിയോ? നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. കുറച്ച് ഉപ്പുമാങ്ങയാ ഏട്ടന് വലിയ ഇഷ്ടാ. അനക്ക സ്കൂളിൽ പോയില്ലേ? ആ കുട്ടി 4 അക്ഷരം പഠിക്കട്ടെ. അവളെ കൊണ്ട് നിനക്കൊരു ഗതി ഉണ്ടാവും. അനഘയ്ക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാനത്തെ ദിവസമാ. അവളുടെ അച്ഛനോട് ചോദിക്കാൻ മറന്നുപോയി. നല്ല കാര്യായി. ചോദിച്ചാവൻ തരൂ. കല്ല് ഷാപ്പി കൊടുക്കാൻ തികയുന്നുണ്ടാവില്ല ആ പാവത്തിന്. ചേച്ചി എന്നെ സഹായിക്കണം. എന്റെ എവിടെന്നോ രുക്മിണി കാശ്? ധനപാലൻ ചേട്ടനോടൊന്ന് ചോദിച്ചാ. 5ന്റെ കാശ് വെറുതെ കൊടുക്കണത് ഇഷ്ടമല്ല മൂപ്പർക്ക്. മാത്രമല്ല, നീ മുന്നേ വാങ്ങിയ പൈസ ഒന്നും തിരിച്ചു തന്നിട്ടില്ലെന്ന് ഏട്ട എപ്പോഴും പറയും. നീ ഇവിടെ നിക്ക്. കുട്ടിയുടെ പരീക്ഷയുടെ കാര്യത്തിനല്ലേ, ഞാൻ ഒന്ന് നോക്കട്ടെ. പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് എന്തിനാ ഇങ്ങനെ കൂട്ടിവെക്കണെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അനുഭവിക്കാൻ ഒരു സന്തതി ദൈവം തന്നില്ലല്ലോ. കുട്ടികളുടെ കാര്യത്തിലെങ്കിലും ഒരു ശ്രദ്ധ വേണമെന്ന് കാർത്തികനോട് പറഞ്ഞൂടെ നിനക്ക്? കുറച്ചൊക്കെ തന്റെ ഇടം കാണിക്കു കുട്ടി. ചെല്ലട്ടെ ചേച്ചി. ആ പെങ്കൊച്ച് വീണ്ടും കാശ് ചോദിക്കാൻ വന്നതായിരിക്കും. പാവം, കുട്ടിയുടെ പരീക്ഷയുടെ കാശിന്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണതൊക്കെ നീ ദാനം ചെയ്ത് തീർത്തോ. എന്ത് ചെയ്യാനാ പാവം. എന്നാലും എന്ത് വിശ്വസിച്ച് ആ കൊച്ചു കാർത്തികനോട് ഇറങ്ങി തിരിച്ചതാവോ? എല്ലാവരും എന്നെ പോലെ യോഗ്യനാവൂടി ഭാര്യയെ. നിന്റെ കാരണന്മാര് ചെയ്ത പുണ്യം. പുണ്യം ഒന്നും പറയണ്ട.